Corel Draw ട്യൂട്ടോറിയലിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടൂൾ ബോക്സ് പരിചയപ്പെടാം. ആദ്യത്തെ ടൂൾ ആണ് പെഗ് ടൂൾ. ഇതുപയോഗിച്ച് നമുക്ക് പേജിലുള്ള ഏത് ഒബ്ജക്റ്റും നമുക്ക് സെലക്ട് ചെയ്യാം. ഒബ്ജക്റ്റിന് ചുറ്റും ഡ്രാഗ് ചെയ്തും ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തും സെലക്ട് ചെയ്യാം. ഇതുപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. രണ്ടാമത്തേത് ഷേപ്പ് ടൂൾ ആണ്. F10 കീ ഉപയോഗിച്ചും ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യാം. Ctrl Q പ്രസ് ചെയ്ത് ഒബ്ജക്റ്റ് കർവ് ചെയ്തതിനു ശേഷം ഒബ്ജക്റ്റിലെ നോഡുകളിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഷേപ്പിൽ മാറ്റം വരുത്താം. അതുപോലെ ആവശ്യമുള്ളയിടത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യാം. നോഡിന് ചുറ്റുമായി ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് നോഡ് റിമൂവ് ചെയ്യാനും സാധിക്കും. ഇതുപോലെ ലൈനിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ടു കർവ് സെലക്ട് ചെയ്യുക. ഇനി ലൈനിൽ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ ലൈൻ കർവാകുന്നത് കാണാം. അടുത്ത ടൂൾ ആണ് ക്രോപ്പ് ടൂൾ. നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് ഡ്രാഗ് ചെയ്ത് ക്രോപ്പ് ക്ലിക്ക് ചെയ്യുക. അടുത്തത് നൈഫ് ടൂൾ. ഒബ്ജക്റ്റ് നൈഫ് ടൂൾ വെച്ച് കട്ട് ചെയ്യാൻ സാധിക്കും. അടുത്തത് ഇറേസർ ടൂൾ. അടുത്തത് സൂം ടൂൾ. നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്റ്റിന് ചുറ്റും ഡ്രാഗ് ചെയ്യുക. F2 കീ പ്രസ് ചെയ്തും സൂം ചെയ്യാം. സൂം ഔട്ട് ചെയ്യാൻ F3 പ്രസ് ചെയ്യുക. ഷേപ്പ് ടൂളിൻ്റെ കൂടെയുള്ള മറ്റു ടൂളുകളാണ് സ്മൂത്ത് ടൂൾ, സ്മിയർ ടൂൾ, ട്വിറൽ ടൂൾ, അട്രാക്ട് ആൻഡ് റിപ്പിൾ ടൂൾ, സ്മഡ്ജ് ടൂൾ, റഗ് ടൂൾ എന്നിവ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായി വർക്കുകൾ ചെയ്യുന്ന സമയത്ത് പരിചയപ്പെടുത്താം. അടുത്തത് ഫ്രീ ഹാൻഡ് ടൂൾ. രണ്ട് പോയിന്റ് ലൈൻ ടൂൾ. ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് റിലീസ് ചെയ്യാതെ അടുത്ത പോയിന്റിൽ കൊണ്ടുപോയി റിലീസ് ചെയ്യുക. അടുത്തത് ബെസിയർ ടൂൾ. ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് പിന്നീട് നമുക്ക് ആവശ്യമുള്ള പോയിന്റുകളിൽ ക്ലിക്ക് ചെയ്ത് ലൈൻ വരക്കാം. അവസാനം ലൈൻ ആദ്യ പോയിന്റിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. അടുത്തത് പെൻ ടൂൾ ആണ്. ഇതും ഏകദേശം ബെസിയർ ടൂൾ പോലെ തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്, അത് ഡീറ്റെയിലായി പിന്നീട് നോക്കാം.
അടുത്ത ടൂൾ ബിസ്പ്ലൈൻ ആണ്. ഈ ടൂൾ ഉപയോഗിച്ച് വ്യത്യസ്ത പോയിന്റുകൾക്കുള്ളിലായി സ്മൂത്തായ ലൈൻ വരയ്ക്കാൻ സാധിക്കും. അടുത്തത് പോളിലൈൻ ടൂൾ ആണ്. ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് റീസ് ചെയ്ത് അടുത്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ ആ രണ്ട് പോയിന്റും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഫ്രീ ഹാൻഡ് ആയും വരയ്ക്കാം. അടുത്തത് 3 പോയിന്റ് കർവ് ടൂൾ ആണ്. ഇതുപയോഗിച്ച് ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അടുത്ത പോയിന്റിൽ കൊണ്ടുപോയി റിലീസ് ചെയ്തതിനു ശേഷം മൂന്നാമത്തെ പോയിന്റിലേക്ക് മൗസ് പോയിന്റർ കൊണ്ടുപോകുന്നതിനനുസരിച്ച് കർവ് വരുന്നത് കാണാം. നമുക്ക് ആവശ്യമുള്ള പൊസിഷനിൽ എത്തുമ്പോൾ ക്ലിക്ക് ചെയ്താൽ കർവ് ഫിക്സ് ചെയ്യാം. അടുത്തത് ആർട്ട്സ്റ്റിക് മീഡിയ ടൂൾ ആണ്. ഇതുപയോഗിച്ച് നമുക്ക് ടൈപ്പോഗ്രാഫി ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ലൈൻ തിക്നെസ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് വിവിധ സ്റ്റൈലുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ബാക്കി അടുത്ത ട്യൂട്ടോറിയലിൽ